കണ്ണൂർ ബർണശ്ശേരിയിലെ കലുങ്കിൽ വൻ കുഴി. മിലിറ്ററി സ്കൂളിന്റെ മുന്നിൽ നിന്നും സെന്റ് തെരേസ സ്കൂളിലേക്ക് പോകുന്ന റോഡിലെ കലുങ്കിലാണ് കുഴിയുണ്ടായത്. ദിവസം നൂറുകണക്കിന് വാഹനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണിത്. കാരണം രണ്ട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആരാധനാലയങ്ങൾ, ഇതിലേക്കായി ദിവസം പ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി പോകുന്നു. കുട്ടികളുമായി, നഴ്സറി കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി, സ്കൂട്ടറിൽ സ്ത്രീകൾ എല്ലാവരും തന്നെ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ്. ഈ റോഡിലാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ഇതൊരു പാലത്തിലാണ് ഈ ഗർത്തം. എനിക്ക് തോന്നുന്നു ഇത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഒരുപക്ഷെ പണിത പാലമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു കൽവേട്ട് പോലെയാണ് ഇത്. ഈ കടലിലേക്ക് വെള്ളം ഒഴുകുന്ന, അതിശക്തമായി വെള്ളം ഒഴുകുന്ന, ഒരുപാട് ആഴമുള്ള, ഏതാണ്ട് 3 മീറ്ററിലധികം താഴ്ചയുള്ള ഒരു ഭാഗമാണിത്. ഈ പാലത്തിലാണ് ഈ കുഴി. അതുകൊണ്ട് തന്നെ ഈ പാലത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ ഇതിന് തകരാറുണ്ടോ എന്ന കാര്യം പോലും സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ വൈഫ് ഇതിലെ സ്കൂട്ടിയിൽ മോളെ കൂട്ടാനായിട്ട് ഉച്ചയ്ക്ക് ശേഷം വരുന്ന സമയത്ത് കറക്റ്റ് ആ ഗർത്തത്തിന്റെ അതേ പോയിന്റിൽ എത്തി കഴിഞ്ഞിട്ട് വണ്ടി എടുത്തി. അപ്പം ആരോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവള് സ്റ്റോപ്പ് ചെയ്ത് റിട്ടേൺ വന്നത്. കണ്ടോൺമെന്റ് ഏരിയ അല്ലേ, ഇപ്പം പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് ഒന്നുമില്ല. ഇപ്പോഴാണ് ഈ മെറ്റൽ ഇങ്ങനെ ഇട്ടത്. കണ്ടോ, ഈ 1.5 ഇഞ്ചിന്റെ മെറ്റൽ ഇപ്പൊ ഇട്ടത്, ഈ കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്. അപ്പൊ അതുവരെ ഈ റോഡ് ഫുള്ളായിട്ട് ഉപയോഗിച്ചതിന് പോയ അവസ്ഥയിലായിരുന്നു കിടന്നിട്ടുണ്ട്. ഫുൾ ഗട്ടർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കണ്ടോൺമെന്റ് ബോർഡിന്റെ അധികാര പരിധിയിലാണ് ഈ പാലം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവരാണ് ഇതിന്റെ കാര്യത്തിൽ പ്രധാനമായും ഇത് റിപ്പയർ ചെയ്യുന്നതിനും മറ്റുള്ള നടപടി എടുക്കേണ്ടത്. ഇത് കന്റോൺമെന്റ് ബോർഡാണ് റിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ഈ റോഡ് മാത്രമല്ല, ബർണശ്ശേരിയിലെ മുഴുവൻ റോഡുകളും ഒരു 16-18 വർഷത്തോളമായി പിന്നെ റോഡ് റീടാർ ചെയ്തത്. ഇതിന് ഇവിടുത്തെ പ്രശ്നം, ഒരു സാങ്കേതിക പ്രശ്നം വെച്ചാൽ ഈ കന്റോൺമെന്റ് ബോർഡ് ഇതിന് NOC കൊടുക്കാത്തതാണ് ഈ പിന്നെ ഇവിടെ നിലവിലുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നം റോഡിന്റെ ആകെ. അവരാണെങ്കിൽ പിന്നെ ഒരു റോഡും ചെയ്യുന്നില്ല. നേരെ മറിച്ച് അവർ പട്ടാളത്തിനകത്തുള്ള റോഡുകൾ, ചെറിയ റോഡുകൾ പോലും മക്കാടൻ റോഡ് അവർ ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് ഇങ്ങനെ ഇത് കണ്ടെത്തുകയും അത് ഇപ്പോൾ താൽക്കാലികമായി ഈ വഴി അടക്കുകയും ചെയ്തിട്ടുള്ളത്. അത് കാരണം തന്നെ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ മറ്റ് പല വഴികളിലൂടെയായി ചുറ്റിക്കറങ്ങി വരേണ്ടതുണ്ട്.